വിദ്യാഭ്യാസ രംഗത്ത് നിലവിൽ ഒരുപാട് സാധ്യതകളുള്ള കാലഘട്ടമാണിതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നന്നായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ 10,000 കോഴ്സുകൾ എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. 10,000 കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ഏത് നിങ്ങൾക്ക് എന്താണ് സബ്ജക്ട് താല്പര്യം ആ സബ്ജക്റ്റിലേക്ക് മാറാനുള്ള അവസരങ്ങൾ ഇന്ന് ഇന്ത്യയിൽ. വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരുപാട് സ്കോളർഷിപ്പ്. നിങ്ങൾ MSM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കീഴിലുള്ള റിച്ച് വാല്യൂ കുറീസിന്റെ വടക്കാഞ്ചേരിയിലെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാഡത്തിനെ ഞാൻ പരിചയപ്പെട്ടത് എനി ടൈമിന്റെ ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവാർഡ് കൊടുക്കുന്ന ഒരു 2 ആഴ്ചയുണ്ട്. അതിൽ ഒരു വനിതയായിരുന്നു മാഡം. അപ്പൊ മാഡത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് ഒരു സ്ഥാപനം ഏകദേശം 4ഓളം കാര്യങ്ങളാണ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രമുഖരായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജിന്റെ അവിടെ പേഷ്യൻസിന് ഇവർ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. റിച്ച് വാല്യൂസ് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ റാഫി കടവി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് AP ജോൺസൺ, വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ പ്രസംഗിച്ചു. MSM ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മേഴ്സി ആന്റണി സ്വാഗതവും. ശരിയാണ്, ഞാൻ ആലോചിച്ചത് സ്വന്തമായിട്ട് ഒരു കാര്യവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മറ്റു കമ്പനികളെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ അതുവരെ പ്രവർത്തി ചെയ്തിരുന്നത്. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഗതിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ. അത്യാവശ്യം നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, അത്യാവശ്യം നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ MSM ഗ്രൂപ്പ് ബിസിനസ് ഹെഡ് രാഹുൽ രഞ്ജിത്ത് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.